എവ്രിവൺ, എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ന്യൂ SCRT സീരീസിലെ മറ്റൊരു ചാപ്റ്റർ 8ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം ഭാഗം 2ൽ നിന്നുള്ള ചാപ്റ്ററാണ്. നിങ്ങൾ ടെലിഗ്രാം ഫോളോ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്കറിയാം ഇന്ന് നമ്മൾ ടൈം ടേബിൾ ഇട്ടിട്ടുള്ളത് ഏത് ചാപ്റ്ററാണ്. 8ാം ക്ലാസ്സിലെ ഈ ഒരു 8ാമത്തെ ചാപ്റ്ററാണ് ദേശീയ പ്രസ്ഥാനവും കേരളവും എന്നത്. ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയെടുത്ത് അതിൻ്റെ ബാക്കിയായിട്ടാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ നമ്മൾ ഒട്ടനേകം സമരങ്ങളും കേരളത്തിൽ നടന്നിട്ടുള്ള പ്രതിഷേധങ്ങളും അവയ്ക്കെതിരായി നടന്ന പ്രതിരോധ പ്രവർത്തനങ്ങളും അവയുടെ വർഷവും മറ്റു തീയതിയും മറ്റു കാര്യങ്ങളും ഒക്കെ പഠിച്ചതാണ്. ഇന്ന് നമ്മൾ അതിൻ്റെ ബാക്കിയായിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ, അതുപോലെ തന്നെ കേരളത്തിൽ നടന്ന മറ്റു സമരങ്ങളെ കുറിച്ച് പഠിക്കുന്നു. ആദ്യമായി ഇവിടെ നമുക്ക് നൽകിയിട്ടുള്ള വരികൾ ശ്രദ്ധിക്കുക. വരിക വരിക സഹചരെ, സഹന സമര സമയമായി, കരളുറച്ചു കൈകൾ കോർത്തു കാൽ നടക്കു പോക നാം. അങ്ങനെ തുടങ്ങുന്ന ഈ വരികള് ആരെഴുതിയതാണ്? അംശി നാരായണ പിള്ള എഴുതിയ വരികളാണ്. എന്തിനായിട്ട്? 1930 ഉപ്പു സത്യാഗ്രഹത്തിന്റെ ഭാഗമായി നടന്ന കാൽനട ജാഥയിൽ ആലപിക്കുന്നതിന് വേണ്ടി അംശി നാരായണ പിള്ള എഴുതിയ വരികളാണ്. ഇത് നേരത്തെ PSC ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഈ വരികൾ എഴുതിയത് ആര് എന്നുള്ള രീതിയിൽ. ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്, അതൊന്നും ഇനി റിപ്പീറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കരുത്, പക്ഷെ ഇത് നമ്മൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ അംശി നാരായണ പിള്ളയുടെ ഈ വരികൾ ആലപിച്ചുകൊണ്ട് കാൽനട ജാഥ 1930 ഉപ്പു സത്യാഗ്രഹത്തിൽ നടന്നു. അപ്പൊ ഈ ഒരു സത്യാഗ്രഹികൾ ഗാനം ആലപിച്ചും അതുപോലെ മുദ്രാവാക്യം മുഴക്കിയും ഒക്കെ പയ്യന്നൂർ കടപ്പുറത്തേക്ക് ജാഥയായി നീങ്ങി. ഇങ്ങനെ ജാഥ മുന്നോട്ട് പോകുന്ന സമയത്ത് വഴി നീളെ കേരളത്തിലെ ജനങ്ങൾ, ആയിരക്കണക്കിന് ജനങ്ങൾ അവർക്ക് സ്വീകരണം നൽകി. അപ്പോൾ അത്രയും തന്നെ കേരളത്തിൽ ദേശീയ പ്രസ്ഥാനം ഊർജ്ജസ്വലമായിരുന്നു എന്ന് വേണം നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ. അപ്പൊ നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുള്ള സമരങ്ങളെ ദേശീയ പ്രസ്ഥാനങ്ങളെ കുറിച്ച് പഠിക്കാം. അതിൽ നമ്മൾ പഠിക്കുന്നത് മലബാർ, കൊച്ചി, തിരുവിതാംകൂർ അങ്ങനെ വേർതിരിച്ചിട്ടാണ്. അപ്പം മലബാറിലെ എങ്ങനെയായിരുന്നു നമുക്ക് നോക്കാം. മലബാറിലെ കാര്യം നോക്കുമ്പോൾ കേരളത്തിലെ മറ്റു പ്രദേശങ്ങളെ അപേക്ഷിച്ച് നമ്മളിപ്പോൾ പറഞ്ഞ മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്നീ പ്രദേശങ്ങളിൽ മലബാറിന് കുറച്ചധികം തന്നെ ദേശീയ പ്രസ്ഥാനത്തിന്റെ കരുത്ത് കൂടുതലായിരുന്നു. അവിടെ മലബാർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ രൂപീകരണം, അതുപോലെ ഹോം റൂൾ ലീഗിന്റെ പ്രവർത്തനങ്ങളൊക്കെ നല്ല രീതിയിൽ ശക്തിപ്പെട്ട് നടക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ മലബാറിൽ കുറച്ചുകൂടി ദേശീയ പ്രസ്ഥാനം കരുത്തുറ്റതായിരുന്നു. ഖിലാഫത്ത് പ്രസ്ഥാനം അതുപോലെ നിസ്സഹകരണ പ്രസ്ഥാനം എന്നിവയ്ക്കൊക്കെ മലബാറിൽ എങ്ങും തന്നെ നല്ല രീതിയിലുള്ള ജനപിന്തുണ ലഭിച്ചു. എന്താണ് ഖിലാഫത്ത് പ്രസ്ഥാനം? ഖിലാഫത്ത് പ്രസ്ഥാനം എന്ന് പറഞ്ഞാല് 1ാം മഹാലോക യുദ്ധ സമയത്ത് അതിനുശേഷം ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവുണ്ട്, തുർക്കിയിലെ സുൽത്താൻ. അദ്ദേഹത്തിന്റെ അധികാരം ബ്രിട്ടൻ പരിമിതപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഈ പരിമിതപ്പെടുത്തലിൽ ധാരാളം പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ പ്രതിഷേധിച്ച് ഇന്ത്യൻ മുസ്ലിംസ് രൂപം നൽകിയിട്ടുള്ള സംഘടനയാണ് ഖിലാഫത്ത് പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഇത് എപ്പോഴാണെന്ന് വെച്ചാൽ 1919 1919 ഖിലാഫത്ത് പ്രസ്ഥാനം എപ്പോഴാണ്? 1919 20 കാലഘട്ടത്തിലാണ്. 1919 ഈ ഓൾ ഇന്ത്യ ഖിലാഫത്ത് കോൺഫറൻസിന്റെ വേദി ഡൽഹി ആയിരുന്നു കേട്ടോ. ഡൽഹിയിലാണ്. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട നേതാക്കളാണ് മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി, മൗലാന അബ്ദുൽ കലാം ആസാദ്, ഹക്കീം അജ്മൽ ഖാൻ, ഹസ്രത്ത് മൊഹാനി എന്നിവരാണ്. മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി, മൗലാന അബ്ദുൽ കലാം ആസാദ്, ഹക്കീം അജ്മൽ ഖാൻ, ഹസ്രത്ത് മൊഹാനി തുടങ്ങിയവരാണ്. ഈ ഓൾ ഇന്ത്യ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ഗാന്ധിജി ആയിരുന്നു കേട്ടോ. ഗാന്ധിജിയാണ് ആദ്യത്തെ പ്രസിഡന്റ്, ഗാന്ധിജി. ഓക്കെ, ഇനി നിസ്സഹകരണ പ്രസ്ഥാനം എപ്പോഴാണ് പാസ്സാക്കിയത് അല്ലെങ്കിൽ അവതരിപ്പിച്ചത് ആരാണ്? അവതരിപ്പിച്ചത് ഗാന്ധിജിയാണ് കേട്ടോ. ഏത് വർഷം? 1920 1920 കൊൽക്കത്തയിൽ ചേർന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രത്യേക സമ്മേളനത്തിലാണ് നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ പ്രമേയം അവതരിപ്പിക്കുന്നത്. ആരവതരിപ്പിച്ചു? ഗാന്ധിജിയാണ് അവതരിപ്പിച്ചത്. ആ ഒരു സമ്മേളനത്തിന്റെ 1920 കൊൽക്കത്ത സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ലാലാ ലജ്പത് റായ് ആയിരുന്നു. ലാലാ ലജ്പത് റായ്. നിസ്സഹകരണ പ്രസ്ഥാനത്തെ അംഗീകരിച്ച സമ്മേളനം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? 1920
നാഗ്പൂർ സമ്മേളനമാണ്. നാഗ്പൂർ സമ്മേളനം. പ്രമേയം അവതരിപ്പിച്ചത് കൊൽക്കത്ത സമ്മേളനമാണ്. എന്നാൽ നിസ്സഹകരണ പ്രസ്ഥാനത്തെ അംഗീകരിച്ച കോൺഗ്രസ് സമ്മേളനം 1920 നാഗ്പൂർ സമ്മേളനമാണ്. നാഗ്പൂർ സമ്മേളനം. അതിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? വിജയരാഘവ ആചാര്യാണ് കേട്ടോ. വിജയരാഘവ ആചാരി. 1920 നാഗ്പൂർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ വിജയരാഘവ ആചാര്യാണ്. അപ്പോ ഈ രണ്ട് സമരങ്ങൾക്കും തന്നെ, ഖിലാഫത്ത് പ്രസ്ഥാനത്തിനും അതുപോലെ നിസ്സഹകരണ പ്രസ്ഥാനത്തിനും, ഇത്തരത്തിൽ പ്രതികരിച്ചിട്ടുള്ള ഈ പ്രസ്ഥാനങ്ങൾക്ക് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ആദ്യത്തെ ബഹുജന പ്രക്ഷോഭമാണ് നിസ്സഹകരണ പ്രസ്ഥാനം എന്ന് പറയുന്നത്. അപ്പൊ ഗാന്ധിജി നേതൃത്വം നൽകിയ ഈ ഒരു പ്രസ്ഥാനത്തിനും അതുപോലെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിനുമൊക്കെ നല്ല രീതിയിലുള്ള പിന്തുണയാണ്, വലിയ പിന്തുണയാണ് മലബാറിൽ എങ്ങും തന്നെ ലഭിച്ചത്. ഈ സമരത്തിന്റെയൊക്കെ ഭാഗമായിട്ട് ജനങ്ങൾ വിവിധ തരത്തിൽ ബഹിഷ്കരണങ്ങളും മറ്റു കാര്യങ്ങളും ചെയ്ത് പങ്കാളിത്തം അറിയിക്കുകയാണ് ചെയ്തത്. എന്തൊക്കെ ചെയ്തു എന്ന് ചോദിച്ചാൽ, വിദേശ നിർമ്മിത വസ്തുക്കളും കോടതികൾ, വിദ്യാലയങ്ങൾ പോലെയുള്ള സർക്കാർ സ്ഥാപനങ്ങളും ഒക്കെ ബഹിഷ്കരിച്ചു. ഇത് കൂടാതെ സ്ത്രീ സാന്നിധ്യവും വിദ്യാർത്ഥികളുടെ സാന്നിധ്യവും ഒക്കെ വളരെയധികം ഉള്ളവയായിരുന്നു ഇതെല്ലാം തന്നെ. അതായത് സമരത്തിന് സ്ത്രീകളുടെയും വിദ്യാർത്ഥികളുടെയും ഒക്കെ മികച്ച രീതിയിലുള്ള പങ്കാളിത്തം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. സി കുഞ്ഞിരാമ മേനോൻ, കെ കേളപ്പൻ, യു ഗോപാലമേനോൻ, കെ പി കേശവ മേനോൻ, മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ്, ഈ മൊയ്തു മൗലവി, മൊയ്യാരത്ത് ശങ്കരൻ തുടങ്ങിയവരായിരുന്നു ഇതിന്റെയൊക്കെ പ്രധാന നേതാക്കൾ എന്ന് പറയുന്നത്. നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ അഖിലേന്ത്യാ തലത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്നപ്പോൾ അതിന്റെ അലയൊലികൾ കേരളത്തിലും ഉണ്ടായി. കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിന്റെ കേന്ദ്രം മലബാറിലെ പയ്യന്നൂരായിരുന്നു. കെ കേളപ്പനാണ് സത്യാഗ്രഹം നയിച്ചത്. 1930 ഏപ്രിൽ 13 1930 ഉപ്പു സത്യാഗ്രഹം. നമുക്കറിയാം ഏപ്രിൽ 13 കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം ആരംഭിക്കുന്നത്. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് കെ കേളപ്പൻ. ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രമാണ് കേരളത്തിലെ മലബാറിലെ പയ്യന്നൂർ. പയ്യന്നൂരിലെ ഉളിയത്ത് കടവാണ് കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രം. കെ കേളപ്പനൊപ്പം പങ്കെടുത്ത പ്രധാനപ്പെട്ട നേതാക്കളാണ് പി കൃഷ്ണപിള്ള, കെ കുഞ്ഞപ്പൻ നമ്പ്യാർ, പി കേശവ നമ്പ്യാർ, പി സി കുഞ്ഞിരാമൻ നമ്പ്യാർ തുടങ്ങിയവരൊക്കെ. ഈ കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹം നടന്ന പയ്യന്നൂർ അറിയപ്പെടുന്ന ഒരു പേരാണ് രണ്ടാം ബർദോളി എന്നത്. പയ്യന്നൂർ രണ്ടാം ബർദോളി എന്നും അറിയപ്പെടുന്നുണ്ട്. കെ കേളപ്പൻ കേരളത്തിന്റെ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകി. പയ്യന്നൂരിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ നേതാവാണ് കെ കേളപ്പൻ. കേളപ്പന്റെ നേതൃത്വത്തിൽ ഉപ്പു സത്യാഗ്രഹ ജാഥയിൽ 32 പേർ, കെ കേളപ്പൻ ഉൾപ്പെടെ 33 പേരാണ് ജാഥ നയിച്ചത്. ആകെ കെ കേളപ്പൻ ഉൾപ്പെടെ 33 പേരാണ് ആ ഒരു ഉപ്പു സത്യാഗ്രഹ ജാഥയിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ കെ കേളപ്പനാണ് കേരള ഗാന്ധി എന്ന് അറിയപ്പെടുന്നത്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? കെ കേളപ്പനാണ്. പയ്യന്നൂരിലെ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് കെ കേളപ്പൻ. കേരളത്തിന്റെ നാനാഭാഗത്തിൽ നിന്നും സത്യാഗ്രഹികൾ പയ്യന്നൂരിലെ കടപ്പുറത്തേക്ക് എത്തിച്ചേരുകയും അതിൽ പങ്കാളികളാവുകയും ചെയ്തു. അങ്ങനെ അവിടെ അവരുടെ ജനപങ്കാളിത്തം അറിയിക്കുകയും ചെയ്തു. കൂടാതെ കണ്ണൂരിലേത് കൂടാതെ, പയ്യന്നൂരിലേത് കൂടാതെ കോഴിക്കോട് കടപ്പുറത്തും ജനങ്ങൾ സംഘടിച്ച്, സത്യാഗ്രഹികൾ സംഘടിച്ച് ഉപ്പുകുറുക്കി നിയമം ലംഘിക്കുന്നുണ്ട്. ആരുടെ നേതൃത്വത്തിൽ? മുഹമ്മദ് അബ്ദുറഹിമാന്റെ നേതൃത്വത്തിലാണ്. മുഹമ്മദ് അബ്ദുറഹിമാന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് കടപ്പുറത്തും സത്യാഗ്രഹികൾ നിയമം ലംഘിച്ച് ഉപ്പുണ്ടാക്കുന്നുണ്ട്. ഇവിടെ തടിച്ചുകൂടിയ ജനങ്ങൾക്ക് പോലീസിന്റെ ക്രൂരമർദ്ദനമേൽക്കേണ്ടതായി വന്നിട്ടുണ്ട്. ഇതുകൂടാതെ ഉപ്പ് കുറുക്കിയുള്ള സത്യാഗ്രഹം കൂടാതെ വിദേശ വസ്ത്ര ബഹിഷ്കരണവും മദ്യഷാപ്പ് പിക്കറ്റിങ്ങും ഖാദി പ്രചരണവും ഒക്കെ തന്നെ ഈ ഒരു സമരത്തിന്റെ ഭാഗമായി നടന്നവയാണ്. ഉപ്പുകുറുക്കൽ പ്രധാനമായിട്ടും നടന്നു. കൂടാതെ വിദേശ വസ്ത്ര ബഹിഷ്കരണം, മദ്യഷാപ്പ് പിക്കറ്റിംഗ്, ഖാദി പ്രചരണം ഇവയെല്ലാം തന്നെ ഈ ഒരു സമരമുറകളിൽ ഒന്നായിരുന്നു. ഗാന്ധിജി 2ാം തവണ കേരളത്തിൽ വന്നത് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ പറഞ്ഞു. ഇവിടെ നമ്മൾ ഗാന്ധിജിയുടെ ആദ്യത്തെ പ്രഥമ സന്ദർശനത്തെ കുറിച്ചാണ് പറയുന്നത്.
ഗാന്ധിജി ആദ്യമായിട്ട് വന്നത് എപ്പോഴാണ് നോക്കാം. 1920 ഗാന്ധിജിയും മൗലാന ഷൗക്കത്ത് അലിയും നിസ്സഹകരണ ഖിലാഫത്ത് സമരത്തിന്റെ പ്രചരണാർത്ഥം കോഴിക്കോട് എത്തി. 1920 ഗാന്ധിജിയും മൗലാന ഷൗക്കത്ത് അലിയും നിസ്സഹകരണ ഖിലാഫത്ത് സമരത്തിന്റെ പ്രചരണാർത്ഥം കോഴിക്കോട് എത്തി. ഗാന്ധിജിയുടെ ആദ്യ കേരള സന്ദർശനമായിരുന്നു ഇത്. ഗാന്ധിജിയുടെ ആദ്യ കേരള സന്ദർശനം 1920. ഇന്ത്യക്കാർ വ്യത്യസ്ത മതസ്ഥരെങ്കിലും നമ്മുടെ മാതൃഭൂമിയുടെ സന്തതികളാണെന്നും നമ്മുടെ സുഖദുഃഖങ്ങൾ ഒന്നാണെന്നും പ്രശ്നങ്ങൾ ഒന്നാണെന്നും നേതാക്കൾ ഉദ്ബോധിപ്പിച്ചപ്പോൾ അത്യാവേശത്തോടെയാണ് ജനങ്ങൾ അത് സ്വീകരിച്ചത്. ഇവിടെ എന്ത് സംഭവിച്ചു? ജനങ്ങൾ എല്ലാവരും ഒന്നാണ്. ഇന്ത്യക്കാർ വ്യത്യസ്ത മതസ്ഥരാണെങ്കിൽ കൂടി നമ്മുടെ മാതൃഭൂമിയുടെ സന്തതികളാണെന്നും നമ്മുടെ സുഖദുഃഖങ്ങൾ ഒന്നാണെന്നും പ്രശ്നങ്ങൾ ഒന്നാണെന്നും ഇത്തരത്തിൽ നമ്മുടെ ഐക്യം നേതാക്കൾ ഉദ്ബോധിപ്പിച്ചപ്പോൾ അത്യാവേശത്തോടെ ജനങ്ങൾ അത് ഏറ്റെടുക്കുകയാണ് ചെയ്തത്. അപ്പൊ ഇവിടെ ഗാന്ധിജിയുടെ പ്രഥമ കേരള സന്ദർശനം എന്തിനു വേണ്ടിയിട്ടായിരുന്നു? നിസ്സഹകരണ ഖിലാഫത്ത് സമരത്തിന്റെ പ്രചരണാർത്ഥമായിരുന്നു. ആരൊക്കെ? ഗാന്ധിജിയും മൗലാന ഷൗക്കത്ത് അലിയും 1920 കോഴിക്കോടാണ് എത്തിയത്. ഇനി മലബാറിൽ നടന്ന ബ്രിട്ടീഷ് വിരുദ്ധ ജന്മി വിരുദ്ധ പ്രക്ഷോഭമാണ് മലബാർ കലാപം എന്ന് പറയുന്നത്. മലബാർ കലാപം ബ്രിട്ടീഷ് വിരുദ്ധ ജന്മി വിരുദ്ധ പ്രക്ഷോഭമാണ് മലബാർ കലാപം. ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന കലാപമാണ് ഈ പറഞ്ഞ മലബാർ കലാപം. ഏത് വർഷമാണ്? 1921. അതായത് നിസ്സഹകരണ ഖിലാഫത്ത് സമരത്തോടൊപ്പം നേരത്തെ തന്നെ മലബാറിൽ സജീവമായിരുന്ന കുടിയാൻ പ്രസ്ഥാനവും കൂടി ചേർന്നപ്പോഴാണ് അത് മലബാർ കലാപമായിട്ട് പരിണമിക്കുന്നത്. 1921 ഏറനാട്, വള്ളുവനാട്, പൊന്നാനി താലൂക്കുകളിലാണ് കലാപം വ്യാപിച്ചത്. ഖിലാഫത്ത് പ്രസ്ഥാനം മലബാറിൽ ശക്തിപ്പെട്ടതോടെ മലബാറിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നേരിട്ടുള്ള ഏറ്റുമുട്ടൽ ഉണ്ടാവുകയാണ് ചെയ്തത്. മലബാർ കലാപം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടാൻ ഒരു കാരണമുണ്ട്. അത് പൂക്കോട്ടൂർ കലാപമാണ്. പൂക്കോട്ടൂർ കലാപത്തെ തുടർന്നാണ് മലബാർ കലാപം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെട്ടുണ്ടാകുന്നത്. ഏത് വർഷം? 1921. ജന്മിമാരും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും കലാപത്തിലേർപ്പെട്ട കർഷകരും ഉൾപ്പെടെ നിരവധി പേർക്ക് ജീവഹാനി സംഭവിച്ച കലാപമാണ് മലബാർ കലാപം. മലബാർ സ്പെഷ്യൽ പോലീസിനെയും പട്ടാളത്തെയും ഉപയോഗിച്ച് ബ്രിട്ടീഷ് ഗവൺമെന്റ് കലാപം അടിച്ചമർത്തുകയാണ് ഉണ്ടായിരുന്നത്. ഈ മലബാർ കലാപത്തിന്റെ പ്രധാന നേതാക്കളാണ് ആലി മുസലിയാർ, വാര്യൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, MP നാരായണ മേനോൻ എന്നിവർ. ആലി മുസലിയാർ, വാര്യൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, MP നാരായണ മേനോൻ. ഇത് ഓപ്ഷനിൽ തന്നിട്ട് മലബാർ കലാപത്തിന്റെ നേതാക്കളല്ലാത്തവർ ആര്, നേതാക്കൾ ആര് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് നേരത്തെ. അപ്പൊ ഇതെല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒട്ടനവധി PYQയിൽ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, വർഷം പഠിക്കണം, അതുപോലെ എവിടെയാണെന്ന് പഠിക്കണം, കാരണം പഠിക്കണം. അതുപോലെ തന്നെ നേതാക്കൾ ആലി മുസലിയാർ, വാര്യൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, MP നാരായണ മേനോൻ. ഈ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് ഒരു കുപ്രസിദ്ധ സംഭവം ഉണ്ടായിട്ട് അതാണ് വാഗൺ ട്രാജഡി അഥവാ വാഗൺ കൂട്ടക്കൊല എന്ന് പറയുന്നത്. മലബാർ കലാപ സമയത്തുണ്ടായ ദാരുണ സംഭവമാണ് വാഗൺ കൂട്ടക്കൊല. ഏത് വർഷം? 1921 തന്നെയാണ്. 1921 നവംബർ 10 നവംബർ 10 ഇതൊക്കെ ഓർത്തിരിക്കണം കേട്ടോ. 1921 നവംബർ 10 വാഗൺ ട്രാജഡി നടന്നത്. അതായത് മലബാർ കലാപകാരികളെ ഗുഡ്സ് വാഗണിൽ നിറച്ചുകൊണ്ട് തിരൂരിൽ നിന്ന് കോയമ്പത്തൂരിലെ ബല്ലാരി ജയിലിലേക്ക് കൊണ്ടുപോകുന്ന വഴി 90 പേരെ കുത്തിക്കയറ്റിയാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അതിൽ 67 പേരോളം ശ്വാസം കിട്ടാതെ മരിച്ചു പോകുന്ന ഒരു സംഭവം ഉണ്ടായി. അതാണ് ഈ പറഞ്ഞ വാഗൺ ട്രാജഡി എന്ന് പറയുന്നത്. ഇതിൽ നമ്പർ ഇവിടെ പ്രാമുഖ്യമുള്ള കാര്യമല്ല, ഇതാണ് അവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. എന്താണെന്ന് വെച്ചാൽ ബ്രിട്ടീഷ് പോലീസ് ഓഫീസർ ഹിച്ച്കോക്കിന്റെ നേതൃത്വത്തിൽ 100ഓളം തടവുകാരെ തിരൂരിൽ നിന്നും മലബാറിന് പുറത്തുള്ള ജയിലുകളിലേക്ക് കൊണ്ടുപോകാൻ കാറ്റും വെളിച്ചവും കടക്കാത്ത ചരക്ക് വണ്ടിയിൽ കയറ്റി.
യാത്രാമധ്യേ ശ്വസിക്കാൻ വായുവോ കുടിക്കാൻ ഒരിറ്റു വെള്ളമോ കിട്ടാതെ ബോഗിയിൽ വെച്ച് പകുതിയോളം പേർ മരണപ്പെട്ട ഈ ഒരു സംഭവമാണ് വാഗൺ ട്രാജഡി എന്ന് പറയുന്നത്. കലാപകാരികളെ കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകുന്നതിന് നേതൃത്വം നൽകിയ ബ്രിട്ടീഷുകാരനാണ് ഹിച്ച്കോക്ക് എന്നത്. TS ഹിച്ച്കോക്ക്. ഓക്കെ, വാഗൺ ട്രാജഡി റിപ്പോർട്ട് ചെയ്ത കോയമ്പത്തൂരിനടുത്തുള്ള സ്റ്റേഷനാണ് പോത്തന്നൂർ സ്റ്റേഷൻ. ചോദിച്ചിട്ടുണ്ട് കേട്ടോ. വാഗൺ ട്രാജഡി അന്വേഷിക്കാനായിട്ട് ഒരു കമ്മീഷനെ നിയമിക്കുന്നുണ്ട്. അതാണ് AR നേപ്പ് കമ്മീഷൻ. AR നേപ്പ് കമ്മീഷൻ. AR നേപ്പ് കമ്മീഷൻ. ഓക്കെ, AR നേപ്പ് കമ്മീഷൻ ആണ് വാഗൺ ട്രാജഡി അന്വേഷിക്കുന്നതിനായിട്ട് നിയമിക്കപ്പെട്ട കമ്മീഷൻ. വാഗൺ ട്രാജഡി റിപ്പോർട്ട് ചെയ്ത കോയമ്പത്തൂരിനടുത്തുള്ള സ്റ്റേഷൻ പോത്തന്നൂർ സ്റ്റേഷനാണ്. ട്രാജഡി അന്വേഷിക്കുന്നതിന് വേണ്ടി നിയമിച്ചിട്ടുള്ള കമ്മീഷനാണ് AR നേപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് വാഗൺ കൂട്ടക്കൊല അല്ലെങ്കിൽ വാഗൺ ട്രാജഡി എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പൂക്കോട്ടൂർ കലാപം എന്താണ്? മലബാർ കലാപത്തിന് പെട്ടെന്നുണ്ടായ കാരണമാണ് ഈ പറഞ്ഞ പൂക്കോട്ടൂർ കലാപം. നമുക്ക് നോക്കാം അതൊക്കെ എന്താന്ന്. പൂക്കോട്ടൂരിലെ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന വടക്കേ വീട്ടിൽ മുഹമ്മദിനെ മോഷണക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യാൻ ബ്രിട്ടീഷ് പോലീസ് ശ്രമിച്ചു. ഇതിനെ തുടർന്ന് ആദ്യം തിരൂരങ്ങാടിയിലും പിന്നീട് പൂക്കോട്ടൂരിലും പാണ്ടിക്കാടിലും ബ്രിട്ടീഷ് പോലീസും ജനങ്ങളും തമ്മിൽ ഒരു ഏറ്റുമുട്ടലുണ്ടായി. ഇത് മലബാർ കലാപകാലത്ത് നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളായിരുന്നു. ഇതിനെ തുടർന്നാണ് പിന്നീട് മലബാർ കലാപം ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ 1921 ഈ സംഭവം. ക്വിറ്റ് ഇന്ത്യ സമരം 1942 ഓഗസ്റ്റ് 9 അഖിലേന്ത്യാ വ്യാപകമായി ഇന്ത്യയിലാകെ തന്നെ ആരംഭിച്ചിട്ടുള്ള സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം എന്ന് പറയുന്നത്. 1942 ക്വിറ്റ് ഇന്ത്യ സമരം. 1942 മെയ് മാസത്തിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടാൻ തയ്യാറായില്ല എങ്കിൽ നിയമലംഘന സമരം നടത്തി അത് പുനരാരംഭിക്കുമെന്ന് ഗാന്ധിജി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കുന്നതിന് തന്നെ കാരണം എന്താണെന്ന് വെച്ചാൽ ക്രിപ്സ് മിഷന്റെ പരാജയമാണ്. ഈ ക്രിപ്സ് മിഷന്റെ പരാജയത്തെ തുടർന്നാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കുന്നത്. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിക്കുന്നത് 1942 ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിക്കുന്നത് 1942 ഓഗസ്റ്റ് 9 ഈ സമയത്തെ വൈസ്രോയി, ക്വിറ്റ് ഇന്ത്യ സമയത്തെ വൈസ്രോയി ആണ് ലിൻ ലിത്ഗോ പ്രഭു. ഗോ എന്ന് വെച്ചാൽ ക്വിറ്റ് ഇന്ത്യ എന്ന് വെച്ചാൽ എന്താ? ഇന്ത്യ വിടുക എന്നല്ലേ. ലിൻ ലിത്ഗോ എന്ന് വെച്ചാൽ വിടുക. ഓക്കെ, ആ ഒരു രീതിയിൽ ഓർത്തിരിക്കുക. ക്വിറ്റ് ഇന്ത്യ സമര സമയത്തെ വൈസ്രോയി ലിൻ ലിത്ഗോ പ്രഭുവാണ്. ഈ ഒരു സമരത്തെ തുടർന്ന് ഗാന്ധിജി അടക്കമുള്ള പ്രമുഖ നേതാക്കളെല്ലാം തന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ മറ്റ് ഗാന്ധിയൻ സമരങ്ങളിൽ നിന്ന് വിഭിന്നമായി അക്രമ സ്വഭാവത്തോടുകൂടെയുള്ള സമരമായിട്ട് ഇത് മാറുകയാണ് ചെയ്യുന്നത്. കേരളത്തിൽ മലബാർ, കൊച്ചി, തിരുവിതാംകൂർ മേഖലകളിൽ സ്ത്രീകളും വിദ്യാർത്ഥികളും അടക്കമുള്ള ജനവിഭാഗങ്ങളിൽ സജീവമായി ഈ സമരത്തിൽ പങ്കെടുത്തു. ഇതിന്റെ ഭാഗമായിട്ട് ഈ പറഞ്ഞ ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായിട്ട് മലബാറിൽ നടന്ന പ്രക്ഷോഭമാണ് കീഴരിയൂർ ബോംബ് കേസ് എന്നത്. അതെന്താന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കീഴരിയൂർ ബോംബ് കേസ് ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിക്കടുത്തുള്ള കീഴരിയൂരിൽ വെച്ച് ഒരു വിഭാഗം സമരക്കാർ ബോംബ് നിർമ്മിച്ചു. വിവിധ ഇടങ്ങളിലും ആളപായമില്ലാതെ ബോംബ് പൊട്ടിച്ച് ബ്രിട്ടീഷുകാരെ ഭയപ്പെടുത്തുക എന്നതായിരുന്നു ഈ ഒരു ബോംബ് കേസിന്റെ ലക്ഷ്യം എന്ന് തന്നെ പറയുന്നത്. 1942 നവംബർ 17 ബ്രിട്ടീഷുകാരെ വിറപ്പിച്ച ഈ സ്ഫോടനങ്ങൾ നടന്നത് എന്നാണ് കീഴരിയൂർ ബോംബ് കേസ്. 1942 നവംബർ 17 1942 നവംബർ 17. ഇതിനു പിന്നിൽ പ്രവർത്തിച്ച ഡോക്ടർ KB മേനോൻ ഒരുപാട് തവണ PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് ഈ ഒരു പേര്. കീഴരിയൂർ ബോംബ് കേസിന്റെ വർഷം ചോദിച്ചതിനേക്കാൾ കൂടുതലായിട്ട് ഈ ഒരു പേര് ചോദിച്ചിട്ടുണ്ട്. ഡോക്ടർ KB മേനോൻ ആരാണ്? കീഴരിയൂർ ബോംബ് കേസിന് പിന്നിൽ പ്രവർത്തിച്ച വ്യക്തിയാണ് ഡോക്ടർ KB മേനോൻ. ഇദ്ദേഹം ഉൾപ്പെടെ ഡോക്ടർ KB മേനോൻ ഉൾപ്പെടെ മറ്റു നേതാക്കളെ ആരൊക്കെയാണ്? ഡോക്ടർ KB മേനോൻ, കുഞ്ഞിരാമക്കിടാവ് എന്നിവരെയൊക്കെയാണ്
ബ്രിട്ടീഷ് പോലീസ് പിടികൂടുകയും കഠിന തടവിന് ശിക്ഷിക്കുകയും ഒക്കെ ചെയ്തത്. അതിനായി ഈ ഒരു കീഴരിയൂർ ബോംബ് കേസിന്റെ പേരിൽ അറസ്റ്റിലായപ്പെട്ട വ്യക്തികളാണ് ഡോക്ടർ KB മേനോൻ, കുഞ്ഞിരാമക്കിടാവ് എന്നിവരൊക്കെ. കൊച്ചിയിലും മലബാറിലും ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിക്കുന്നത് 1942 മലബാറിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തോടനുബന്ധിച്ച് നടന്ന സംഭവമാണ് കീഴരിയൂർ ബോംബ് കേസ്. നടക്കുന്നത് 1942 നവംബർ 17 പ്രധാനപ്പെട്ട വ്യക്തി, കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വ്യക്തിയാണ് ഡോക്ടർ KB മേനോൻ. ഇതുകൂടാതെ കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ വ്യക്തികൾ KB മേനോനെ കൂടാതെ കുഞ്ഞിരാമ കിടാവാണ്. ഓക്കെ, ഇനി കൊച്ചി. നമ്മളിപ്പോ മലബാറിലെ പറഞ്ഞു കഴിഞ്ഞു, അടുത്തത് കൊച്ചിയാണ്. രാജവാഴ്ച നിലനിന്നിരുന്ന കൊച്ചിയിൽ ബ്രിട്ടീഷ് പരമാധികാരം സ്ഥാപിക്കപ്പെട്ടത് മുതൽ അതിനെതിരെ ജനകീയ പ്രക്ഷോഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സദ്ഭരണം സ്ഥാപിക്കുക എന്നതായിരുന്നു ആദ്യകാലത്തെ ഈ ജനകീയ പ്രക്ഷോഭങ്ങളുടെയൊക്കെ ലക്ഷ്യം എന്ന് പറയുന്നത്. കൊച്ചിയിലെ പ്രക്ഷോഭങ്ങളുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് സദ്ഭരണം സ്ഥാപിക്കുക എന്നതാണ്. പിന്നീട് ഇത് രാഷ്ട്രീയ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള സമരങ്ങൾ ആരംഭിക്കുകയാണ് ചെയ്തത്. ആദ്യം സദ്ഭരണം സ്ഥാപിക്കുക എന്ന അവകാശത്തിന് വേണ്ടി, ആ ഒരു ആവശ്യത്തിന് വേണ്ടി ആരംഭിച്ച സമരങ്ങൾ പിന്നീട് അത് രാഷ്ട്രീയ അവകാശങ്ങൾ നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് മാറുകയാണ് ചെയ്തത്. കൊച്ചിയിലെ ഉത്തരവാദ ഭരണത്തിന് വേണ്ടി ആരംഭിച്ച പ്രക്ഷോഭമാണ് വൈദ്യുതി സമരം അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി സമരം എന്ന് പറയുന്നത്. തൃശ്ശൂരിലെ ജില്ല ചോദിച്ചിട്ടുണ്ട് കേട്ടോ. തൃശ്ശൂരിലെ വൈദ്യുതി വിതരണ ചുമതല ഒരു സ്വകാര്യ കമ്പനിയെ ഏൽപ്പിക്കാൻ കൊച്ചിയിലെ ദിവാനായ RK ഷൺമുഖം ചെട്ടി തീരുമാനിച്ചു. ഇതിനെതിരെ 1936 ജനകീയ പ്രക്ഷോഭമുണ്ടായി. സമരത്തെ ഗവൺമെന്റ് അടിച്ചമർത്തി എങ്കിലും ജനങ്ങളെ പ്രക്ഷോഭ രംഗത്തിറക്കാൻ ഈ സമരം സഹായകമായി എന്നുള്ളതാണ്. അതായത് കൊച്ചിയിലെ ഉത്തരവാദ ഭരണത്തിന് വേണ്ടി ആരംഭിച്ചിട്ടുള്ള ഒരു പ്രക്ഷോഭമായിരുന്നു ഇലക്ട്രിസിറ്റി സമരം. കൊച്ചിയിലെ ദിവാനായിരുന്ന RK ഷൺമുഖം ചെട്ടി തൃശ്ശൂരിലെ വൈദ്യുതി വിതരണത്തിനുള്ള അധികാരം ചന്ദ്രിക എന്ന പേരുള്ള ഒരു കമ്പനിക്ക് നൽകിയതാണ് ഈ ഒരു വൈദ്യുതി സമരത്തിനുള്ള കാരണം എന്ന് പറയുന്നത്. ഏത് വർഷമാണ് വൈദ്യുതി സമരം? 1936. വൈദ്യുതി പ്രക്ഷോഭം നടന്ന ജില്ല തൃശ്ശൂരാണ്. തൃശ്ശൂർ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ശ്രദ്ധിക്കണേ. വർഷം ചോദിച്ചിട്ടുണ്ട്, ജില്ലയും എടുത്ത് ചോദിച്ചിട്ടുണ്ട്. വർഷമൊക്കെ നമ്മൾ പഠിക്കും, പക്ഷെ ജില്ല മറ്റു കാര്യങ്ങളൊക്കെ അങ്ങനെ ശ്രദ്ധിക്കാതെ പോകും. ഇത് എടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, വൈദ്യുത സമര കാലത്ത് ശ്രദ്ധാകേന്ദ്രമായിരുന്ന നേതാവാണ് ഇക്കണ്ട വാര്യർ. വൈദ്യുത സമര കാലത്ത് ശ്രദ്ധാകേന്ദ്രമായിരുന്ന വ്യക്തിയാണ്. ഓക്കെ, അങ്ങനെ വൈദ്യുതി പ്രക്ഷോഭത്തെ കൊച്ചി ഗവൺമെന്റ് പിന്നീട് അടിച്ചമർത്തുകയാണ് ചെയ്തത് എന്നുള്ളതാണ്. അങ്ങനെ കൊച്ചി രാജ്യ പ്രജാമണ്ഡലം അപ്പോൾ ഉത്തരവാദ ഭരണം എന്ന രീതിയിലേക്കൊക്കെ വന്നു. ഉത്തരവാദ ഭരണം നേടുക എന്ന ലക്ഷ്യത്തോടെ 1941 കൊച്ചി രാജ്യ പ്രജാമണ്ഡലം എന്ന പേരിൽ ഒരു സംഘടന രൂപീകൃതമായി. ഇക്കണ്ട വാര്യർ, പനമ്പള്ളി ഗോവിന്ദമേനോൻ, VR കൃഷ്ണൻ എഴുത്തച്ഛൻ എന്നിവർ പ്രജാമണ്ഡലത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ വ്യക്തികളാണ് ഇക്കണ്ട വാര്യർ, പനമ്പള്ളി ഗോവിന്ദമേനോൻ, VR കൃഷ്ണൻ എഴുത്തച്ഛൻ എന്നിവർ. ഉത്തരവാദ ഭരണം ലഭിക്കുന്നതിന് വേണ്ടി ദേശവ്യാപകമായി സമരം നടത്താൻ ഇവർ തീരുമാനിക്കുകയും 1946 ജൂലൈ 29 ഉത്തരവാദ ഭരണ ദിനമായി ആചരിക്കുകയുണ്ടായി. ഉത്തരവാദ ഭരണ ദിനമാണ് 1946 ജൂലൈ 29 ആചരിച്ചത്. പിൽക്കാലത്ത് പ്രജാമണ്ഡലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ലയിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ പിന്നീട് ഈ പറഞ്ഞ പ്രജാമണ്ഡലം ലയിക്കുകയാണ് ഉണ്ടായത്. ഇക്കണ്ട വാര്യർ പ്രധാനമന്ത്രിയായി കൊച്ചിയിൽ ആദ്യത്തെ കോൺഗ്രസ് മന്ത്രിസഭ അധികാരമേൽക്കുകയും ചെയ്തു. അപ്പോൾ ആദ്യം ഇക്കണ്ട വാര്യർ, പനമ്പള്ളി ഗോവിന്ദമേനോൻ, VR കൃഷ്ണൻ എഴുത്തച്ഛൻ എന്നിവരുടെ നേതൃത്വത്തിൽ കൊച്ചി രാജ്യ പ്രജാമണ്ഡലം എന്ന ഒരു സംഘടന രൂപീകൃതമായി. പിന്നീട് ഈ പ്രജാമണ്ഡലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ലയിക്കുകയും ഇക്കണ്ട വാര്യർ പ്രധാനമന്ത്രിയായി കൊച്ചിയിൽ ആദ്യത്തെ കോൺഗ്രസ് മന്ത്രിസഭ അധികാരമേൽക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മലബാറിലെയും കൊച്ചിയിലെയും പ്രവർത്തനങ്ങളും മേഖലകളും നമ്മൾ കണ്ടു. ഇനി തിരുവിതാംകൂറാണ്. തിരുവിതാംകൂറിൽ ജനങ്ങളുടെ രാഷ്ട്രീയ ബോധത്തെ തട്ടിയുണർത്തുന്ന ആദ്യകാല പ്രക്ഷോഭങ്ങളായിരുന്നു മലയാളി മെമ്മോറിയലും ഈഴവ മെമ്മോറിയലും.
അവയാണ് ഇവിടെ വ്യത്യാസങ്ങൾ മനസ്സിലാക്കത്തക്ക വിധത്തിൽ നൽകിയിട്ടുള്ളത്. മലയാളി മെമ്മോറിയൽ എന്തായിരുന്നു? മലയാളി മെമ്മോറിയൽ എന്നാൽ തിരുവിതാംകൂറിലെ സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ ഒരു നിവേദനമാണ്. അതിനുവേണ്ടി നൽകിയിട്ടുള്ള ഒരു നിവേദനമാണ്. 1891 ജനുവരി 1-ന് 1891 ജനുവരി 1-ന് ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ജനങ്ങൾ ഒപ്പിട്ട നിവേദനം മഹാരാജാവിന് സമർപ്പിക്കുകയാണ് ചെയ്തത്. ഇതിന് നേതൃത്വം നൽകിയത്, മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് GP പിള്ളയാണ്. GP പിള്ള. വേണ്ടത്ര വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർ ആവശ്യത്തിനുണ്ടായിരിക്കെ തന്നെ ഉയർന്ന സർക്കാർ ഉദ്യോഗങ്ങൾക്ക് പുറമേ ഉള്ളവരെ, പ്രത്യേകിച്ച് തമിഴ് ബ്രാഹ്മണരെ ഇറക്കുമതി ചെയ്യുന്ന സർക്കാർ നയങ്ങളോട് നമ്മുടെ നാട്ടിലെ തിരുവിതാംകൂറിലെ വിദ്യാസമ്പന്നർക്ക് പൂർണ്ണമായിട്ട് എതിർപ്പുണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. തിരുവിതാംകൂറുകാരല്ലാത്തവരെ സർക്കാർ സർവീസിലേക്ക് മുൻഗണന നൽകിയതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ലേഖനങ്ങൾ എഴുതിയതിന് 1882 തിരുവനന്തപുരം മഹാരാജാസ് കോളേജിൽ, യൂണിവേഴ്സിറ്റി, ഇന്നത്തെ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ഒരുപാട് വിദ്യാർത്ഥികളെ പുറത്താക്കുന്നുണ്ട്. ബാരിസ്റ്റർ GP പിള്ള ഉൾപ്പെടെയുള്ളവരെ. തിരുവിതാംകൂറിലെ അഭ്യസ്ത വിദ്യരായ ഈ ജനങ്ങൾക്ക് ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ ജോലി ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തിരുവിതാംകൂറിലെ ജനങ്ങൾ സമർപ്പിച്ച നിവേദനമാണ് മലയാളി മെമ്മോറിയൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതിന് നേതൃത്വം നൽകിയത് ആരാണ്? ബാരിസ്റ്റർ GP പിള്ളയാണ്. ആർക്കാണ് സമർപ്പിക്കപ്പെട്ടത്? ശ്രീമൂലം തിരുനാൾ മഹാരാജാവിനാണ്. ശ്രീമൂലം തിരുനാൾ മഹാരാജാവ്. എന്ന് സമർപ്പിക്കപ്പെട്ടു? 1891 ജനുവരി 1-ന് സമർപ്പിക്കപ്പെട്ടു. ആദ്യമായി ഒപ്പുവെച്ചത് ആരാണ്? KP ശങ്കരമേനോനാണ്. KP ശങ്കരമേനോൻ. മലയാളി മെമ്മോറിയലിൽ ആദ്യമായി ഒപ്പുവെച്ചത് KP ശങ്കരമേനോനാണ്. മലയാളി മെമ്മോറിയൽ എഴുതി തയ്യാറാക്കിയത് CV രാമൻ പിള്ളയാണ്. CV രാമൻ പിള്ള. ഇനി ഈഴവ മെമ്മോറിയൽ. ഈഴവ മെമ്മോറിയൽ എന്ന് വെച്ചാൽ തിരുവിതാംകൂറിൽ ഈഴവർക്ക് സർക്കാർ ഉദ്യോഗങ്ങളിൽ പ്രാതിനിധ്യം ലഭിക്കുന്നതിന് വേണ്ടി ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കപ്പെട്ട നിവേദനമാണ് ഈഴവ മെമ്മോറിയൽ എന്ന് പറയുന്നത്. സർക്കാർ സർവീസിൽ ഈഴവ സമുദായത്തിന് മതിയായ പ്രാതിനിധ്യം നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നൽകിയ നിവേദനമാണ് ഈഴവ മെമ്മോറിയൽ. ഏത് വർഷം? 1896 സെപ്റ്റംബർ 3-നാണ്. 1896 സെപ്റ്റംബർ 3. ഈഴവ സമുദായ അംഗങ്ങൾ ഒപ്പിട്ട നിവേദനം ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന് സമർപ്പിച്ചു. നേതൃത്വം നൽകിയത് ആരാണ്? ഡോക്ടർ P പൽപ്പു ആണ്. ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ഡോക്ടർ P പൽപ്പു. സമർപ്പിച്ചത് എന്നാണ്? 1896 സെപ്റ്റംബർ 3-നാണ്. എന്നാൽ രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് കഴ്സൺ പ്രഭുവിനാണ്. അത് 1900-ലാണ് കേട്ടോ. 1900-ലാണ് രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത്. അത് കഴ്സൺ പ്രഭുവിനാണ്. ഒന്നാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെടുന്നത് ശ്രീമൂലം തിരുനാൾ മഹാരാജാവിനാണ്. അത് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ഡോക്ടർ P പൽപ്പു. അപ്പൊ ഇതാണ് മലയാളി മെമ്മോറിയലും ഈഴവ മെമ്മോറിയലും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ പ്രക്ഷോഭങ്ങൾ നമ്മൾ കണ്ടു. അടുത്തത് നിവർത്തന പ്രക്ഷോഭമാണ്. എന്താണ് നിവർത്തനം എന്ന് വെച്ചാൽ അത് ആദ്യം നോക്കാം. സിവിൽ നിയമലംഘനത്തിൽ നിന്നും നിസ്സഹകരണത്തിൽ നിന്നും വേർതിരിച്ച് കാണിക്കാനാണ് പ്രക്ഷോഭത്തെ നിവർത്തനം എന്ന് വിശേഷിപ്പിച്ചത്. നിവർത്തനം. ഈ പേര് നൽകിയത് IC ചാക്കോ എന്ന ഭാഷാ പണ്ഡിതനാണ്. IC ചാക്കോയാണ് നിവർത്തനം. അപ്പോൾ സാധാരണയായി കണ്ടുവന്നിരുന്ന സിവിൽ നിയമലംഘനത്തിൽ നിന്നും അതുപോലെ നിസ്സഹകരണത്തിൽ നിന്നും ഒക്കെ വേർതിരിച്ച് കാണിക്കത്തക്ക വിധത്തിൽ പ്രക്ഷോഭം എന്ന നിലയിലാണ് നിവർത്തനം എന്നതിനെ വിശേഷിപ്പിച്ചത്. പേര് നൽകിയത് IC ചാക്കോയാണ്. അപ്പൊ എന്താണ് നിവർത്തന പ്രക്ഷോഭം എന്ന് വെച്ചാൽ തിരുവിതാംകൂറിൽ നടന്ന ശക്തമായ ഒരു രാഷ്ട്രീയ പ്രക്ഷോഭമായിരുന്നു 1932 നിവർത്തന പ്രക്ഷോഭം എന്ന് പറയുന്നത്. 1932 നിവർത്തന പ്രക്ഷോഭം. ക്രിസ്ത്യൻ, മുസ്ലിം, ഈഴവ വിഭാഗക്കാർ രാഷ്ട്രീയ സമിതി രൂപീകരിച്ച് സംയുക്തമായാണ് ഈ പ്രക്ഷോഭം നയിക്കുന്നത്. ക്രിസ്ത്യൻ, മുസ്ലിം, ഈഴവ വിഭാഗക്കാരെല്ലാവരും ചേർന്നുകൊണ്ട് ഒരു രാഷ്ട്രീയ സമിതി രൂപീകരിച്ച് ഇവരുടെ ഒരു സംയുക്ത സൈന്യം, ഒരു സംയുക്ത രീതിയിലാണ് ഈ ഒരു പ്രക്ഷോഭം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പ്രധാനമായിട്ടും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് സംവരണം ലഭിക്കുന്നതിനായിട്ട് നടന്ന ഒരു പ്രക്ഷോഭമാണ് ഇത്. അതുകൊണ്ടാണ് ഈഴവർക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ജനസംഖ്യാനുപാതികമായി
നിയമസഭാ പ്രാതിനിധ്യം ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ഒരു നിവർത്തന പ്രക്ഷോഭം നടക്കുന്നത്. നിവർത്തന പ്രക്ഷോഭത്തിന് പിന്നിൽ പ്രവർത്തിച്ച സംഘടനയാണ് സംയുക്ത രാഷ്ട്രീയ സമിതി എന്നത്. സംയുക്ത രാഷ്ട്രീയ സമിതിയാണ് നിവർത്തന പ്രക്ഷോഭത്തിന് പിന്നിലുള്ളത്. സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും ജനസംഖ്യ ആനുപാതികമായി സംവരണം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ജനസംഖ്യാനുപാതികമായി സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലുമൊക്കെ സംവരണം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സി കേശവൻ, എൻ വി ജോസഫ്, പി കെ കുഞ്ഞ് എന്നിവർ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകി. ഏത് പ്രക്ഷോഭത്തിന്? നിവർത്തന പ്രക്ഷോഭത്തിന്. ഏത് വർഷമാണ്? 1932 1932 ഈ ഒരു പ്രക്ഷോഭം. തിരുവിതാംകൂറിൽ ഉത്തരവാദ ഭരണത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടന്നത് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു. പട്ടം താണുപിള്ളയായിരുന്നു തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിലെ ആദ്യ പ്രസിഡന്റ്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റ് ആരാണ്? പട്ടം താണുപിള്ളയാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റ്. ഇതും PSC ചോദിച്ചിട്ടുണ്ട്. നിവേദനങ്ങളിലൂടെയും പ്രത്യക്ഷ സമര പരിപാടികളിലൂടെയും ഇവർ പ്രക്ഷോഭ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുകയാണ് ചെയ്തത്. ഇനി സ്വദേശാഭിമാനി പത്രം. വക്കം അബ്ദുൾ ഖാദർ മൗലവി, നമ്മൾ നേരത്തെ പഠിച്ചു. വക്കം അബ്ദുൾ ഖാദർ മൗലവിയുടെ പത്രമാണ് സ്വദേശാഭിമാനി എന്നത്. ഇദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന സ്വദേശാഭിമാനി പത്രത്തിന്റെ പത്രാധിപരായിരുന്നു കെ രാമകൃഷ്ണപിള്ള. സർക്കാരിന്റെ തെറ്റായ നയങ്ങളെയും അഴിമതികളെയും പത്രത്തിലൂടെ ഇദ്ദേഹം കെ രാമകൃഷ്ണപിള്ള തുറന്നെതിർക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. തിരുവിതാംകൂർ ദിവാനായിരുന്ന പി രാജഗോപാലാചാര്യയെ നിശിതമായി വിമർശിച്ചുകൊണ്ട് ഒരു ലേഖന പരമ്പര അദ്ദേഹം പ്രസിദ്ധപ്പെടുത്തി. ഇതിനെ തുടർന്ന് രാമകൃഷ്ണപിള്ളയെ തിരുവിതാംകൂറിൽ നിന്നും നാടുകടത്തുകയും സ്വദേശാഭിമാനി പത്രം നിരോധിക്കുകയുമാണ് ചെയ്തത്. വക്കം അബ്ദുൾ ഖാദർ മൗലവിയാണ് സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത്. ഈ പത്രത്തിന്റെ പത്രാധിപരായിരുന്നു കെ രാമകൃഷ്ണ പിള്ള. ഇദ്ദേഹം തിരുവിതാംകൂറിലെ ഭരണത്തെക്കുറിച്ച്, തെറ്റായ ഭരണത്തെക്കുറിച്ച് ലേഖനങ്ങൾ എഴുതുകയും അതേ തുടർന്ന് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ തിരുവിതാംകൂറിൽ നിന്ന് നാടുകടത്തുകയും സ്വദേശാഭിമാനി പത്രത്തെ നിരോധിക്കുകയും ചെയ്തു. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി. സോഷ്യലിസ്റ്റ് ആശയങ്ങളിൽ തൽപരരായ കോൺഗ്രസ് പ്രവർത്തകർ 1934 കെ കേളപ്പന്റെ അധ്യക്ഷതയിൽ കോഴിക്കോട് വെച്ച് യോഗം ചേർന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുള്ളിൽ ഒരു കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിക്കാൻ അവർ തീരുമാനിച്ചു. സോഷ്യലിസ്റ്റ് ആശയങ്ങളിൽ ഇവർക്ക് താല്പര്യമുണ്ടായിരുന്നു. ഇത്തരത്തിൽ താല്പര്യമുള്ളവർ 1934 കെ കേളപ്പന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് വെച്ചൊരു യോഗം ചേരുകയും അതിനുള്ളിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിക്കാമെന്നൊരു തീരുമാനത്തിലെത്തുകയും ചെയ്തു. പി കൃഷ്ണപിള്ള, EM ശങ്കരൻ നമ്പൂതിരിപ്പാട്, EMS നമ്പൂതിരിപ്പാട്, AK ഗോപാലൻ എന്നിവരാണ് ഈ ഒരു വിഭാഗത്തെ നയിച്ചത്. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയെ നയിച്ചവരാണ് പി കൃഷ്ണപിള്ള, EMS നമ്പൂതിരിപ്പാട്, AK ഗോപാലൻ എന്നിവർ, AKG എന്നിവർ. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നിരവധി കർഷക സമരങ്ങൾ കേരളത്തിലുണ്ടായിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പുന്നപ്ര വയലാർ സമരം എന്നത്. തിരുവിതാംകൂർ ദിവാനായിരുന്ന CP രാമസ്വാമി അയ്യരുടെ സ്വേച്ഛാധിപത്യത്തിനെതിരെയും ഉത്തരവാദ ഭരണം സ്ഥാപിക്കുന്നതിനു വേണ്ടിയുമായിരുന്നു ഈ ഒരു സമരം നടന്നത്, പുന്നപ്ര വയലാർ സമരം. അതായത് അമേരിക്കൻ മോഡൽ ഭരണം തിരുവിതാംകൂറിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന് സർ CP രാമസ്വാമി അയ്യർക്കെതിരെ നടന്ന സമരമാണ് പുന്നപ്ര വയലാർ സമരം എന്ന് പറയുന്നത്. 1946 ആലപ്പുഴയിലെ പുന്നപ്രയിലും വയലാറിലും നടന്ന സമരമായതിനാലാണ് ഇതിനെ പുന്നപ്ര വയലാർ സമരം എന്ന് പറയുന്നത്. 1946 കർഷകരും തൊഴിലാളികളും ചേർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലാണ് ഈ ഒരു സമരം നടന്നത്. പുന്നപ്ര വയലാർ എന്നീ സ്ഥലങ്ങൾ എവിടെ സ്ഥിതി ചെയ്യുന്നു? ആലപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്നു. ആലപ്പുഴയിലാണ്. തിരുവിതാംകൂറിൽ അമേരിക്കൻ മോഡൽ ഭരണം സ്ഥാപിച്ചത് CP രാമസ്വാമി അയ്യരാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ നടന്ന സമരമാണ് പുന്നപ്ര വയലാർ സമരം. ഈ സമരത്തിന്, പുന്നപ്ര വയലാർ സമരത്തിന്റെ സമയത്തെ തിരുവിതാംകൂർ ദിവാനായിരുന്നു CP രാമസ്വാമി അയ്യർ. തുലാം 10 സമരം എന്ന് അറിയപ്പെടുന്ന സമരവും പുന്നപ്ര വയലാർ സമരം തന്നെയാണ്. തുലാം 10 സമരം എന്ന് അറിയപ്പെടുന്നതും
പുന്നപ്ര വയലാർ സമരം തന്നെയാണ്. ഇത്ര നേരം നമ്മൾ ഇവിടെ നടന്ന പ്രക്ഷോഭങ്ങളും അതിന്റെ മറ്റ് പ്രവർത്തനങ്ങളും മറ്റും കണ്ടു. ഇനി ഇവിടുത്തെ സ്ത്രീ മുന്നേറ്റം, ഈ ഒരു പ്രക്ഷോഭങ്ങളിലെയൊക്കെ സ്ത്രീ മുന്നേറ്റത്തെ കുറിച്ചാണ് നോക്കുന്നത്. സ്വാതന്ത്ര്യത്തിലേക്കുള്ള സ്ത്രീ മുന്നേറ്റം. അപ്പൊ ഇവിടെ നൽകിയിട്ടുള്ളത് ഒരു അനുഭവക്കുറിപ്പാണ്. നമുക്ക് നോക്കാം. ലോകത്തിലെ ഏറ്റവും ദരിദ്ര രാഷ്ട്രങ്ങളിലൊന്നാണ് നമ്മുടെ മാതൃഭൂമി. ഇവിടെ 100 പേരിൽ 3 or 4 പേർക്ക് മാത്രമാണ് വയറു നിറയെ ഭക്ഷണം കഴിക്കാനുള്ളത്, വസ്ത്രം ധരിക്കാനുള്ളത്. സൂക്ഷ്മമായി പരിശോധിച്ചാൽ അതിനു പോലും നമുക്ക് വകയില്ല. ഇത് മനസ്സിലാക്കുന്നവരാണ് നിങ്ങളെങ്കിൽ പട്ടിണിക്കാരെയും മുഴുപട്ടിണിക്കാരെയും സഹായിക്കാൻ അധികമെന്ന് തോന്നുന്നതിൽ ഒരു പങ്ക് എന്നെ ഏൽപ്പിക്കുക. അത് ഞാൻ വസ്ത്രമായും ഭക്ഷണമായും മാറ്റി എത്തേണ്ട കൈകളിലേക്കും വായിലേക്കും എത്തിക്കും. നിങ്ങളുടെ കാരുണ്യം കൊണ്ട് ഒരു വയറെങ്കിലും നിറയുമെങ്കിൽ, ഒരു മേനിയെങ്കിലും നഗ്നത മറയ്ക്കുമെങ്കിൽ ഈ സന്ദർഭത്തിൽ ചെയ്യാനാവുന്നതായി മറ്റൊരു സത്കർമ്മമില്ല. സ്ത്രീകൾ തിങ്ങി നിറഞ്ഞ വടകരയിലെ പൊതുയോഗത്തിൽ മഹാത്മാഗാന്ധി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പലരും അപരാധബോധത്തോടെ തല താഴ്ത്തി. ഒരു പെൺകുട്ടി ഗാന്ധിജിയുടെ അരികിലേക്ക് ഓടിയെത്തുന്നു. സ്വർണ വളകളും കമ്മലും ഊരി നീട്ടിപ്പിടിച്ചു. പെട്ടെന്ന് സ്തബ്ധനായി പോയ ഗാന്ധിജി ചോദിച്ചു, സ്വമനസാലെയാണോ ഈ തീരുമാനം? അതെ, അവൾ തലയാട്ടി. നിന്റെ പേരെന്താ കുട്ടി? അവൾ ഉത്തരം പറഞ്ഞു, കൗമുദി. അച്ഛനമ്മമാരോട് എന്തു പറയും? ആഭരണമില്ലാത്ത പെൺകുട്ടിയെ വേണ്ടെന്ന് ഭർത്താവായി വരാനിരിക്കുന്നയാൾ ശാഠ്യം പിടിച്ചാൽ നീ എന്തു ചെയ്യും? അങ്ങനെ ശാഠ്യം പിടിക്കുന്ന ഒരു ഭർത്താവിനെ എനിക്കും വേണ്ടെന്ന് ഞാനും ശാഠ്യം പിടിക്കും. ഇതായിരുന്നു മറുപടി. കൗമുദി ടീച്ചറുടെയും അതുപോലെ ഗാന്ധിജിയുടെയും ചെറിയൊരു സംഭാഷണ ശകലമാണ് ഇവിടെ വായിച്ചത്. ഇതൊരു ചരിത്ര സംഭവമാണ്. കാരണം എന്താന്ന് വെച്ചാൽ ജീവിതത്തിൽ പിന്നീട് ഒരിക്കലും കൗമുദി ടീച്ചർ ആഭരണം ധരിച്ചിട്ടില്ല. ധരിക്കാതെ ഖാദി മാത്രം ധരിച്ചുകൊണ്ടുള്ള ലളിതമായിട്ടുള്ള ജീവിതമായിരുന്നു കൗമുദി ടീച്ചറുടേത്. ഇങ്ങനെ നിരവധി മലയാളി സ്ത്രീകൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി ത്യാഗനിർഭരമായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇപ്പൊ സ്ത്രീ സാന്നിധ്യത്തിലേക്ക് വരുന്നതിന് മുന്നേ നമ്മൾ നേരത്തെ ഇവിടെ ഒരു കാര്യം മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താന്ന് വെച്ചാല് നമ്മുടെ മലയാളി സാന്നിധ്യം കേരളത്തിലേതുപോലെ തന്നെ, കേരളത്തിൽ ഒരുപാട് പേർ നമ്മുടെ സമരങ്ങളിൽ മുന്നിട്ട് നിന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലേതുപോലെ തന്നെ ദേശീയ തലത്തിലും കോൺഗ്രസിൽ ശ്രദ്ധേയമായ മലയാളി സാന്നിധ്യം ഉണ്ടായിരുന്നു. ആരാന്ന് വെച്ചാൽ സി ശങ്കരൻ നായരും ബാരിസ്റ്റർ GP പിള്ളയുമായിരുന്നു ഇവരിൽ പ്രധാനപ്പെട്ടത്. സി ശങ്കരൻ നായർ, ചേറ്റൂർ ശങ്കരൻ നായർ, അതുപോലെ ബാരിസ്റ്റർ GP പിള്ള. ഇനി മലയാളി സ്ത്രീ മുന്നേറ്റത്തിലേക്ക് വരുമ്പോൾ നിസ്സഹകരണം, നിയമലംഘനം തുടങ്ങിയ സമരങ്ങളിലൂടെ ഇന്ത്യയിൽ ദേശീയ പ്രസ്ഥാനം കരുത്താർജിച്ച കാലത്ത് കേരളത്തിലും സ്ത്രീകളുടെ സജീവ പങ്കാളിത്തം ഉണ്ടായിരുന്നു. ഗാന്ധിജിയുടെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ഉപ്പു നിർമ്മാണം, വിദേശ വസ്ത്ര ബഹിഷ്കരണം, ഖാദി വസ്ത്രങ്ങൾ നെയ്തെടുത്ത് അവ ഉപയോഗിക്കുന്ന പ്രവർത്തനങ്ങൾ എന്നിവയിൽ സ്ത്രീകൾ സജീവമായി. സമര കാലഘട്ടത്തിൽ ഐത്തോച്ചാടന, ഹരിജനോദ്ധാരണ പ്രവർത്തനങ്ങളിലും ശ്രദ്ധേയമായ സ്ത്രീ പങ്കാളിത്തം ഉണ്ടായിരുന്നു. ഇത് ജനങ്ങൾക്ക് കൂടുതൽ പിന്തുണ നൽകാനായിട്ടുള്ള ഉത്തേജനം നൽകുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. സമരങ്ങളുടെ ഭാഗമായി ഒട്ടേറെ സ്ത്രീകൾ ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. മലബാറിൽ AV കുട്ടിമാളുവമ്മയും അമ്മ സ്വാമിനാഥനും, തിരുവിതാംകൂറിൽ അക്കാമ്മ ചെറിയാൻ, ആനി മസ്കറിൻ തുടങ്ങിയവരും ഇക്കാലയളവിൽ ശ്രദ്ധേയമായ ദേശീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകി. ആരാണ്? മലബാറിൽ AV കുട്ടിമാളുവമ്മ, അമ്മു സ്വാമിനാഥൻ എന്നിവരും അതുപോലെ തിരുവിതാംകൂറിൽ അക്കാമ്മ ചെറിയാൻ, ആനി മസ്കറിൻ എന്നിവരുമാണ് ഇവരിൽ പ്രധാന നേതാക്കൾ. ഇനി സി കുഞ്ഞിക്കാവമ്മ. ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചപ്പോൾ സ്വർണ്ണ നൂലിൽ കോർത്ത ഒരു തുളസിമാല മകനെ കൊണ്ട് ഗാന്ധിജിയുടെ കഴുത്തിൽ അണിയിച്ചു. ഉപഹാരം സ്വീകരിക്കണമെങ്കിൽ ആയുഷ്കാലം മുഴുവൻ ഖാദി വസ്ത്രങ്ങൾ മാത്രമേ ധരിക്കുകയുള്ളൂ എന്ന് പ്രതിജ്ഞ ചെയ്യണമെന്ന് ഗാന്ധിജി ഇവരോട് നിർദ്ദേശിക്കുകയും ചെയ്തു. ആ സത്യപ്രതിജ്ഞ ജീവിതാവസാനം വരെ പാലിക്കുകയും സമരങ്ങളുടെ ഭാഗമായി നിരവധി തവണ ജയിൽവാസം അനുഭവിക്കുകയും ചെയ്ത വ്യക്തിയാണ് സി കുഞ്ഞിക്കാവമ്മ. 1938 കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി ഇദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. ഹരിജനോദ്ധാരണം, ഖാദി പ്രചരണം എന്നിവയിലും സജീവമായിരുന്നു സി കുഞ്ഞിക്കാവമ്മ. അപ്പോൾ ഇത്തരത്തിൽ സ്ത്രീ സാന്നിധ്യവും വളരെയധികം ശക്തമായി തന്നെ കേരളത്തിന്റെ ദേശീയ പ്രക്ഷോഭത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇനി നമ്മുടെ സംസ്ഥാന രൂപീകരണത്തിലേക്ക് വരികയാണ്. ഭൂമിശാസ്ത്രപരവും ഭാഷാപരവും സാംസ്കാരികവും സാമ്പത്തികവും ഭരണപരവുമായ പരിഗണനകൾ അടിസ്ഥാനമാക്കിക്കൊണ്ട്
കേരളത്തിന്റെ ഭാഗമായി ഗണിക്കാവുന്ന തിരുവിതാംകൂർ, കൊച്ചി എന്നീ നാട്ടുരാജ്യങ്ങളും ബ്രിട്ടീഷ് ഇന്ത്യൻ വിഭാഗങ്ങളും മയ്യഴിയും ഒരുമിച്ച് ചേർത്ത് ഇന്ത്യൻ യൂണിയനിൽ ഉൾപ്പെടുന്ന സ്വയം ഭരണാധികാരമുള്ള ഒരു ഘടകമായി സംഘടിപ്പിക്കണം. ഈ ഘടകത്തിലെ ഭരണകൂടത്തിന്റെ എല്ലാ അധികാര ശക്തിയും ജനങ്ങളിൽ നിക്ഷിപ്തമായിരിക്കണം. ഇത് 1947 തൃശൂരിൽ വെച്ച് നടന്ന ഐക്യ കേരള കൺവെൻഷന്റെ പ്രമേയത്തിൽ പറഞ്ഞതാണ്. ഇവിടെ എന്തൊക്കെയാ പറഞ്ഞത്? ഭൂമിശാസ്ത്രപരവും ഭാഷാപരവും സാംസ്കാരികവും സാമ്പത്തികവും ഭരണപരവുമായിട്ടുള്ള പരിഗണനകളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിന്റെ ഭാഗമായി കണക്കാക്കുന്ന തിരുവിതാംകൂർ, കൊച്ചി എന്നീ നാട്ടുരാജ്യങ്ങളും ബ്രിട്ടീഷ് ഇന്ത്യൻ വിഭാഗങ്ങളും മയ്യഴിയും ഒക്കെ ഒരുമിച്ച് ചേർത്ത് ഒന്നിച്ച് ഇന്ത്യൻ യൂണിയനിൽ ഉൾപ്പെടുത്തണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഘടകത്തിലെ ഭരണകൂടത്തിന്റെ എല്ലാ അധികാര ശക്തിയും ജനങ്ങളിൽ നിക്ഷിപ്തമായിരിക്കണം എന്നുമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ 1921 ഒറ്റപ്പാലത്ത് നടന്ന അഖില കേരള പ്രവിശ്യ സമ്മേളനത്തിൽ മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുത്തിട്ടുണ്ട്. 1928 ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനം ഭാവിയിൽ സ്വതന്ത്ര ഭാരതത്തിന്റെ ഭരണഘടനയ്ക്ക് രൂപം കൊടുക്കുമ്പോൾ കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇതിനെ തുടർന്ന് ഐക്യ കേരളം എന്ന ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന തരത്തിൽ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും വിവിധ സ്ഥലങ്ങളിൽ വെച്ച് അതിന്റെ കൺവെൻഷനുകൾ നടക്കുകയും ഉണ്ടായി. 1949 ജൂലൈ 1 പിന്നീട് 1949 ജൂലൈ 1 തിരുവിതാംകൂറിനെയും കൊച്ചിയെയും സംയോജിപ്പിച്ച് തിരുക്കൊച്ചി രൂപീകരിച്ചു. തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിച്ച തീയതി റിപ്പീറ്റഡ് ആയിട്ട് PSC ചോദിച്ചിട്ടുണ്ട്. 1949 ജൂലൈ 1 തിരുവിതാംകൂറിനെയും കൊച്ചിയെയും സംയോജിപ്പിച്ചുകൊണ്ട് തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിച്ചു. കേരള സംസ്ഥാനം എന്ന ലക്ഷ്യത്തിലേക്കുള്ള പ്രധാന ചുവടുവയ്പായിരുന്നു ഈ പറഞ്ഞ തിരുക്കൊച്ചി എന്നത്. 1921 ഇതും ചോദിച്ചിട്ടുണ്ട്. എവിടെ വെച്ചാണ് അഖില കേരള പ്രവിശ്യ സമ്മേളനം നടന്നത്? ഒറ്റപ്പാലത്ത് വെച്ചാണ്. മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുത്ത സമ്മേളനമായിരുന്നു 1921 ഒറ്റപ്പാലത്ത് നടന്ന അഖില കേരള പ്രവിശ്യ സമ്മേളനം. പിന്നീട് രണ്ടാമത്തേതാണ് 1928 പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനം. ആരുടെ അധ്യക്ഷതയിലാണ്? ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിലാണ്. ഇതെല്ലാം ഓരോ ചോദ്യങ്ങളാണ് കേട്ടോ. 1928 ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനം ചേരുന്നു. ഇവിടെ ഭാവിയിൽ സ്വതന്ത്ര ഭാരതത്തിന്റെ ഭരണഘടനയ്ക്ക് രൂപം കൊടുക്കുമ്പോൾ കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന ആവശ്യമാണ് ഉന്നയിക്കുന്നത്. ഇതിനെ തുടർന്നാണ് ഐക്യ കേരളം എന്ന ഒരു ലക്ഷ്യം നേടിയെടുക്കണം എന്നൊരു ആവശ്യം മുന്നോട്ട് വരികയും അതിനുവേണ്ടി പ്രവർത്തിക്കാൻ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും ഇത്തരത്തിലുള്ള ഒരു കമ്മിറ്റിയുടെ പ്രവർത്തന ഫലമായി 1949 ജൂലൈ 1 തിരുവിതാംകൂറും കൊച്ചിയും സംയോജിച്ചുകൊണ്ട് തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകൃതമാകുന്നത്. ഐക്യ കേരള പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് മദിരാശിയിലെ മലയാളി ക്ലബ്ബ് പുറത്തിറക്കിയ ഒരു നോട്ടീസാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അതിനായിട്ട് നൽകിയിട്ടുള്ള ഒരു അപേക്ഷാ പത്രമാണ് അത്. അപ്പൊ തിരുവിതാംകൂറും കൊച്ചിയും സംയോജിച്ചുകൊണ്ട് തിരുക്കൊച്ചി രൂപീകരിച്ച് കേരള രൂപീകരണത്തിലേക്കുള്ള ഒരു കാൽവയ്പാണ് അവിടെ നടത്തിയത്. കൊച്ചി, തിരുവിതാംകൂർ നാട്ടുരാജ്യങ്ങളുടെ അതിർത്തിയിൽ സ്ഥാപിക്കപ്പെട്ടിരുന്ന കല്ലുകളാണ് കൊതിക്കല്ല് എന്ന് പറയുന്നതിൽ കോ എന്നാൽ കൊച്ചി എന്നും തീ എന്നാൽ തിരുവിതാംകൂർ എന്നുമാണ് കേട്ടോ. കൊതിക്കല്ല് കൊച്ചി, തിരുവിതാംകൂർ നാട്ടുരാജ്യങ്ങളുടെ അതിർത്തിയിൽ സ്ഥാപിക്കപ്പെട്ട കൊതിക്കല്ലുകളാണ് ഇത്. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിക്കുന്നതിനായി ഫസൽ അലി കമ്മീഷൻ രൂപീകൃതമായി. ഫസൽ അലി കമ്മീഷൻ എന്തിനാണ്? ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനായി വന്നിട്ടുള്ള കമ്മീഷനാണ് ഫസൽ അലി കമ്മീഷൻ. കമ്മീഷന്റെ ശുപാർശ പ്രകാരം മലബാറിനെയും തിരുക്കൊച്ചിയെയും സംയോജിപ്പിച്ചുകൊണ്ട് പിന്നീട് 1956 നവംബർ 1 കേരള സംസ്ഥാനം നിലവിൽ വന്നു. കേരള സംസ്ഥാനം 1956 നവംബർ 1 നിലവിൽ വന്നു. ഏത് കമ്മീഷൻ പ്രകാരം? ഫസൽ അലി കമ്മീഷൻ പ്രകാരം നിലവിൽ വന്നു. എങ്ങനെ വന്നു? തിരുവിതാംകൂറിനെയും കൊച്ചിയെയും കൂടി ചേർത്ത തിരുക്കൊച്ചി എന്ന സംസ്ഥാനവും അതുപോലെ മലബാറിനെയും കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് കേരളം എന്ന സംസ്ഥാനം രൂപം കൊണ്ടു. എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തി എന്ന് ചോദിച്ചാൽ ഈ സ്ഥലങ്ങൾ എടുത്തു തന്നെ ചോദിച്ചിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണ് ഈ മാറ്റങ്ങൾ വരുത്തിയത് എന്നുള്ളത് ശ്രദ്ധിക്കുക. തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന
തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട് എന്നീ താലൂക്കുകൾ മദിരാശി സംസ്ഥാനത്തോട് കൂട്ടിച്ചേർത്ത്, അതായത് ഇന്നത്തെ തമിഴ്നാടിനോട് കൂട്ടിച്ചേർത്തുകൊണ്ട് തെക്കൻ കർണാടകത്തിന്റെ ഭാഗമായിരുന്ന കാസർഗോഡ് താലൂക്ക് കേരളത്തോട് കൂട്ടിച്ചേർത്തു. തെക്കൻ കർണാടകത്തിന്റെ ഭാഗമായിരുന്ന കാസർഗോഡ് കേരളത്തോട് കൂട്ടിച്ചേർക്കുകയും തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട് എന്നീ താലൂക്കുകൾ മദിരാശി സംസ്ഥാനത്തോടും കൂട്ടിച്ചേർത്തു. ഇങ്ങനെയാണ് ഈ ഒരു മാറ്റം ഇവിടെ വരുത്തിയിട്ടുള്ളത്. ഈ ഓരോ താലൂക്കുകളുടെ പേരും ഓപ്ഷനിൽ തന്നിട്ട് എടുത്തു ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസിനാന്ന് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതാണ് എടുത്തു ചോദിച്ചിട്ടുണ്ട്. ഈ അടുത്ത് വരെ ഈ ഒരു ഓരോ താലൂക്കുകളുടെ പേരും എടുത്തിട്ട് ഓരോ ഓപ്ഷനിലായിട്ട് വന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം തന്നെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. അങ്ങനെ കേരള സംസ്ഥാനം രൂപപ്പെട്ടു. അടുത്തത് എന്താണ് വേണ്ടത്? ഒരു തിരഞ്ഞെടുപ്പ് നടക്കണം, ഒരു മന്ത്രിസഭ മുന്നിൽ വരണം, നയിക്കാനായി ഒരു നേതാവും മുന്നിൽ വരണം. അതാണ് ഇവിടെ പറയുന്നത്. 1957 ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ പൊതു തിരഞ്ഞെടുപ്പ് നടക്കുകയും ഏപ്രിൽ 5 EMS നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലുള്ള ആദ്യ മന്ത്രിസഭ കേരളത്തിൽ അധികാരമേൽക്കുകയും ചെയ്തു. ഒന്നാം അഖില കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്നത് ഒറ്റപ്പാലത്ത് വെച്ചാണ്. 1921 ഏപ്രിൽ 23 മുതൽ 26 വരെ.